എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു കൊറിയൻ സ്റ്റൈലിലുള്ള ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ്. പല രീതിയിൽ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിലൊരു രീതിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനിലേക്ക് വേണ്ടിയത് ചിക്കൻ വിങ്സ് ആണ്. ചിക്കൻ വിങ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചിക്കൻ കഷ്ണങ്ങൾ എടുക്കാവുന്നതാണ്. തൊലിയോട് കൂടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചിക്കൻ വിങ് എടുത്തതിന് ശേഷം നമ്മളത് മൂന്നായിട്ട് ഒന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളിവിടെ 600 ഗ്രാം ചിക്കൻ വിങ്സാണ് ഈ റെസിപ്പിയിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചിക്കൻ വിങ്സ് എടുത്തിട്ട് ഇതുപോലെ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇഞ്ചി പേസ്റ്റ്. പിന്നെ വേണ്ടത് കറുത്ത കുരുമുളകാണ്. അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഈ ഉപ്പും കുരുമുളകും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ചിക്കൻ ഒന്ന് മുക്കി പൊരിക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 600 ഗ്രാം ചിക്കന് ശരിക്കും 1 കപ്പ് മൈദയുടെ ആവശ്യമില്ല. ഒരു 3/4 കപ്പ് മൈദ മതിയാകും. പിന്നെ വേണ്ടത് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിൽ നമ്മൾ ഉപ്പും മൈദയും കോൺഫ്ലവറും മാത്രമാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും ഒക്കെ ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. കറക്റ്റായിട്ട് 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളം എടുക്കുക. 3/4 കപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം മതിയാകും. അപ്പോൾ ഇതുപോലെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസുമല്ല. ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഓരോന്നായിട്ട് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് ഇതിലിടരുത്. ഓരോന്നായിട്ട് മുക്കിയിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു കടായിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ നന്നായിട്ട് ചൂടാക്കി ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് കിടക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം നമ്മളൊരു പ്രാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതേ എണ്ണയിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഡബിൾ ഫ്രൈ ചെയ്താണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് ഒരുപാട് സമയം എടുക്കില്ല. പെട്ടെന്ന് തന്നെ ഇതൊരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ ആക്കേണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയാൽ മതി. തീ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ടെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. അവർക്കത് കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയും കൊറിയൻ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാറുണ്ട്. ഇനി നമ്മൾ ഇതൊരു കോട്ടിങ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒരുപാടങ്ങ് മൂത്ത് ബ്രൗൺ ആയി പോകരുത്. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ്. ഈ റെഡ് ചില്ലി സോസിനൊക്കെ കുറച്ചൊരു മധുരം കാണും. നമ്മൾ കോട്ടിങ് ചെയ്തെടുക്കുന്ന ഈ ഫ്രൈഡ് ചിക്കന് ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ ഒരു പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ
ഡാർക്ക് സോയാ സോസാണ് ചേർക്കുന്നത്. സോയാ സോസ് ഇപ്പം ഞാനിവിടെ ഒരുപാട് ചേർക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. നല്ലൊരു പുളിപ്പുരസം വരാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് വൈറ്റ് വിനീഗർ ചേർക്കുന്നത്. ഇനി ഇതൊരു മധുരം ഉള്ളൊരു ഫ്രൈഡ് ചിക്കനാണ്, ചെറുതായിട്ടൊരു മധുരമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് നമ്മൾ ചില്ലി സോസിൽ കുറച്ചൊരു മധുരം കാണും, അപ്പോൾ അത് മതിയെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഡബിൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ 65 ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. ചിക്കൻ 65-ൽ നമ്മളിതുപോലെ ഉണ്ടാക്കുന്ന സോസിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇന്ത്യൻ സ്പൈസുകളാണ്. അതിന് പകരമായിട്ട് സോസുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ആണുള്ളത്. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നൂഡിൽസിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനം നമ്മൾ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്